നിന്ന് വാഴക്കാട്ടേക്ക് വണ്ടി വിട്ട് അങ്ങനെ വാഴക്കാടെത്തി അന്വേഷിച്ചപ്പോൾ പ്രത്യേകിച്ച് അസുഖമൊന്നുമില്ല. എന്നാലും നമ്മൾ അവിടെ പോയി കണിയത്ത് ഉസ്താദിനെ കണ്ടു പോകണം, ദുആ ചെയ്യിപ്പിച്ചിട്ട് പോകണം എന്ന് പറഞ്ഞ് അവിടെ പോയി. ഞങ്ങൾ അഞ്ചാളാണ്, 5 6 ആണ്. അതിന് ഞങ്ങൾ ചെന്നപ്പോൾ കോട്ടുമല ഉസ്താദിൻ്റെ മകൻ ബാപ്പു മുസ്ലിയാരും മഞ്ചേരി കുരിക്കളും അങ്ങനെ അവർ 6 ആള് അങ്ങാണ്ട് അവിടെ ഉണ്ട്. അവരുണ്ട് ഇറങ്ങുമ്പോഴാണ് ഞങ്ങളാണ് കയറി ചെല്ലുന്നത്. ഞങ്ങൾ ചെന്ന് പത്തത്തെ ഹംസാജി, പെരുന്തവണ പത്തത്തെ ഹംസാജി ആ കൂട്ടത്തിലുണ്ട്. അദ്ദേഹം മുന്നിലാണ്. ഞങ്ങൾ വരിയായിട്ട് കണിയത്ത് ഉസ്താദിനെ മുസാഫത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് വരിയായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ഹംസാജി മുന്നിലുണ്ട്. അദ്ദേഹം അടുത്തെത്തിയപ്പോൾ എന്താ പോകുന്നതെന്ന് ചോദിച്ചു. എന്താ വേണ്ടത്? ദുആ ചെയ്യിപ്പിക്കാനാണ്, കാണാനാണ്. അദ്ദേഹം പോക്കറ്റിൽ നിന്ന് 20 റുപ്യയുടെ നോട്ടെടുത്തിട്ട് കണിയത്ത് ഉസ്താദിന് നീട്ടി. അപ്പോൾ അദ്ദേഹം കണിയത്ത് ചോദിച്ചു, എന്താണത് എന്ന് ചോദിച്ചു. അത് പൈസയാണ്. എത്ര പൈസയാണ്? 20 റുപ്യയാണ്. അതെന്തിനാ തന്നതെന്ന് ചോദിച്ചു. അപ്പോഴേക്കും അദ്ദേഹം വറക്കാൻ തുടങ്ങി. പിന്നെന്ന് ഞാൻ പറഞ്ഞു, ദുആ ചെയ്യാനാണെന്ന് പറഞ്ഞളേ, ദുആ ചെയ്യാനാണ് എന്ന് പറഞ്ഞു. ആ സമയത്ത് മലയാളത്തിൽ അദ്ദേഹത്തിനും പത്തത്തെ ഹംസാജിക്കും അയാളെ കുടുംബത്തിനും അയാളെ നാടിനും ഒക്കെ വേണ്ടിയിട്ട് കുറേ മലയാളത്തിൽ ദുആർന്നതിന് ശേഷം ചോദിച്ചു, മതിയോ? മനസ്സിലാക്കണം, മതിയോ എന്താ അതിൻ്റെ അർത്ഥം? ഈ തന്ന 20 റുപ്യക്ക് ആയോ? ആ 20 റുപ്യക്ക് മാത്രം ഈ ദുആ ആയിട്ടില്ലെങ്കിൽ ആ 20 റുപ്യ ഹലാലല്ല. അതാ ചോദിച്ചത്, മതിയോ? മതി എന്ന് പറഞ്ഞതിന് ശേഷം ആ പൈസ എടുത്തിട്ട് കുഞ്ഞുമോനെ എന്ന് പറഞ്ഞുകൊണ്ട് മകൻ്റെ അടുത്ത് ഏൽപ്പിച്ചു. ഇത് എൻ്റെ അനുഭവത്തിലുള്ളൊരു കാര്യമാണ്. എന്നിട്ട് കന്യത്തിന് അത്തും മുത്തുമാണ് എന്ന് പറഞ്ഞു നടന്നിരുന്ന ആ കാലത്താണ് നേരത്തെ വന്ന 6 ആളും ഇപ്പം വന്ന 5 ആളും 6 5 11 ആൾക്ക് ചായ കൊടുത്തില്ലേ കുഞ്ഞുമോനെ വിളിച്ചിട്ട്. നേരത്തെ വന്ന 6 ആളും ഇപ്പം വന്ന 5 ആളും 6 5 11 ആൾക്ക് ചായ കൊടുത്തില്ലേ ഇങ്ങനെ ചോദ്യം. ഈ ആൾക്കാണോ അത്തും പുത്തുള്ളത്? അപ്പോൾ ഇങ്ങനെയുള്ള മഹാന്മാരാണ് നമ്മുടെ ഈ സംഘടന, ഈ സമസ്ത കേരള ജമിയത്തുൽ ഉലമ രൂപീകരിച്ചിരിക്കുന്നത്. ഇത് നാം മനസ്സിലാക്കണം. അവർ പണം മോഹിച്ചിട്ടില്ല.